അപ്പോഴെല്ലാം ആരുമില്ലായിരുന്നു. അപ്പോഴേക്കും ഇരുട്ട് നന്നായിട്ട് കൂടിയിരുന്നു. അയാൾ പതുക്കെ പതുക്കെ മെഴുകുതിരി തപ്പി തപ്പി എൻ്റെ അടുക്കലേക്ക് വന്നു. സമയം അപ്പോൾ ഏകദേശം 8 മണി 9 മണിയായിട്ടുണ്ടായിരിക്കും. അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു ആ വീട്ടില്. ഭർത്താവായ ആ മനുഷ്യൻ ഇതുവരെയും കുളിച്ചിലൊക്കെ കേട്ട് എവിടെയെങ്കിലും കിടക്കാണ് എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴും കരണ്ടില്ലാതെ ഞങ്ങൾ രണ്ടുപേരും മെഴുകുതിരി നോക്കി നോക്കി തപ്പിക്കളിച്ചു. ആ സമയത്ത് നല്ല മഴ പുറത്തുണ്ടായിരുന്നു. അയ്യോ, മഴയും പെയ്തല്ലോ, ഞാൻ പറഞ്ഞു. പെട്ടെന്ന് അയാൾ എന്നോട് പറഞ്ഞു, മഴ നല്ലതല്ലേ, മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കരണ്ട് കാണില്ല. അത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. നേരെ എവിടെയോ മഴ പെയ്തിട്ടുണ്ട്, അതാണ് ഇവിടെയും കരണ്ട് പോയത്. അപ്പോൾ ഞാനൊരു കുസൃതി എന്ന പോലെ അയാളോട് പറഞ്ഞു, ഞങ്ങളുടെ കസിൻസൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ഇങ്ങനെ മഴയും പിന്നെ കരണ്ട് പോക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് കഥകളൊക്കെ പറയാറുണ്ട്. അത് കേൾക്കാൻ നല്ലൊരു രസമാണ്. ഞാനും അതൊരുപാട് ആസ്വദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അയാൾ എന്നെ നോക്കി ഒരു പുഞ്ചിരി. ആ സമയത്ത് ചെറിയ നിലാവിൻ്റെ വെളിച്ചത്തിൽ അയാളുടെ മുഖം എനിക്ക് കാണാമായിരുന്നു. എന്ത് ഭംഗിയാണ്. പിന്നെയും അടുക്കളയിൽ നിന്ന് ഞങ്ങൾ മുറിയിലേക്ക് പോയി. ആ സമയത്ത് അവിടെയും കരണ്ടില്ലായിരുന്നു. കരണ്ടില്ലാത്തത് കൊണ്ട് തന്നെ എവിടെ നിൽക്കുന്നൊരു മനുഷ്യൻ എന്ന് ആ മുറിക്കുള്ളിൽ അറിയാൻ പറ്റില്ലായിരുന്നു. മുഴുവൻ ഇരുട്ട്. അപ്പോൾ തന്നെ അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് ഞാൻ അയാളോട് പറഞ്ഞു, അതെ, ഞാനിവിടെ നിൽപ്പുണ്ട്, എന്നെ തള്ളിയിടല്ല കേട്ടോ എന്ന് പറഞ്ഞ സമയത്ത് സോറി ഞാൻ കണ്ടില്ല കേട്ടോ, ഇരുട്ടായിപ്പോയില്ലേ. പെട്ടെന്ന് ഞാൻ അയാളോട് പറഞ്ഞു, ചേടാ, ഈ മെഴുകുതിരി എവിടെ വെച്ചെന്ന് എനിക്കറിയില്ല, എവിടെയോ കൊണ്ട് വെച്ചതാണ്, എവിടെയോ ഞാനിങ്ങനെ കണ്ടിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അലമാരയിലെ എൻ്റെ മുറിയുടെ അലമാരയിൽ അവിടെ എല്ലാം തപ്പാൻ തുടങ്ങി. കുറേ ഡ്രസ്സും കാര്യങ്ങളും മടക്കി വെച്ചേക്കായിരുന്നു തൊട്ടടുത്ത ഫ്ലോറിൽ. പക്ഷേ തൊട്ടടുത്ത ആ ഡ്രോയിൽ തന്നെ മെഴുകുതിരി ഉണ്ടെന്നായിരുന്നു എൻ്റെ ഒരു വിചാരം. അങ്ങനെ ഞാൻ കുറേ നേരം തപ്പി നോക്കി, അവിടെയും കാണുന്നില്ല. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. അതെ, ഞാൻ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞ് അയാളും തപ്പാൻ തുടങ്ങി. പക്ഷേ എത്ര കൈയിട്ട് നോക്കിയിട്ടും മെഴുകുതിരി കാണുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഇവിടെ കാണില്ല, ഞാൻ അപ്പുറത്ത് പോയി നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ അപ്പുറത്തേക്ക് പോയി. അടുത്ത റൂമിലേക്കായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്താണെന്ന് അയാളും കൂടെ വന്നു. പേടി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് താൻ കൂടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നേ എന്ന് പറയുമ്പോൾ എനിക്കൊരു ധൈര്യമായിരുന്നു അത്. അപ്പം ഞാൻ തന്നെ പറഞ്ഞു, ഇവിടെ പേടിക്കൊന്നും വേണ്ട, ഇവിടെ അങ്ങനെ യക്ഷിയും പ്രേതങ്ങളും ഒന്നും വരില്ല കേട്ടോ. പിന്നെ ഞാനൊരു രക്ഷയുണ്ട്, അത് അങ്ങനെ കാര്യമാക്കിയൊന്നും വേണ്ട, അതൊന്നും ചെയ്യാത്ത രക്ഷയാണ്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ രക്ഷയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ രക്ഷകളൊക്കെ ഈ നാട്ടിലൊക്കെ വേണം, നമുക്ക് അതിനൊക്കെ ഒരു രസമുണ്ടല്ലോ എന്നൊക്കെ അയാളും പറഞ്ഞു. പക്ഷേ അടുത്ത റൂമിൽ പോയി ചെക്ക് ചെയ്തിട്ടും ആ ഒരു സാധനം അവിടെ ഇല്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞു, ചേട്ടാ, ഇത് എവിടെ കൊണ്ട് വെച്ചു, ഞാൻ മറന്നു പോയല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, താൻ എവിടെ ഇത് കൊണ്ടുവച്ചേ, അതൊന്ന് പറയാമോ, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ഓ, അരണിയുടെ മറവിയാണല്ലോ തനിക്ക് എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഹോളിലേക്ക് പോയി കുറച്ച് സമയം അവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് അയാൾ എൻ്റെ അടുത്ത് സംസാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഞാൻ ആ ഷോക്കേഴ്സിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ നോക്കട്ടെ മെഴുകുതിരി. പെട്ടെന്ന് അവിടെ മെഴുകുതിരിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ. അങ്ങനെ ഞാനത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ തീപ്പെട്ടിയും കാര്യങ്ങളും എടുത്തുകൊണ്ട് അയാൾ കൊണ്ടുവന്നു. അങ്ങനെ തീപ്പെട്ടിയും മെഴുകുതിരിയും എല്ലാം കത്തിച്ച് വെച്ച് ഞങ്ങൾ രണ്ടുപേരും ആ ഒരു ടേബിളിന് ഇരുവശങ്ങളായിട്ടിരുന്നു. പെട്ടെന്ന് അയാളുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ താൻ പറഞ്ഞ പോലെ കസിൻസ് എല്ലാവരും കൂടെ ഇതുപോലെ വീട്ടിൽ കൂടുന്ന സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാം എന്തെങ്കിലും ഒപ്പിക്കും. ഒന്നെങ്കിൽ ഈ പറയുന്ന പോലെ ലൂഡോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആ ഒരു കൂപ്പൺ വെച്ചുള്ള കളികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒപ്പിക്കാറുണ്ട്. അതൊരു രസമല്ലേ. അത് പറയുമ്പോൾ എനിക്കും ഒരുപാട് ഇഷ്ടമായി, ഒരു നൊസ്റ്റാൾജി വന്ന പോലെ ഫീല്. അയാളത് പറയുന്ന സമയത്തും ഞാനത് ശ്രദ്ധിച്ചു. പെട്ടെന്ന് ഞാൻ അയാളോട് പറഞ്ഞു, ഞങ്ങളും അതൊക്കെ കളിക്കാറുണ്ട്, എനിക്ക് ഏണിയും പാമ്പും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കളിക്കാനാണ് ഇഷ്ടം ഈ ഒരു സമയത്ത്.
കറണ്ട് പോയിരിക്കുമ്പോൾ അതൊരു രസമുള്ള കാര്യമല്ലേ എന്ന് ഞാൻ അയാളുടെ അടുത്ത് പറയുമ്പോൾ അയാൾ പറഞ്ഞു അത് രസമാണ്, ഇനിയും പാമ്പ് കളിക്കാൻ എനിക്കും ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഈ ഇരുട്ടത്തിരുന്ന് ഏണിയും പാമ്പ് കളിച്ചാലോ എന്ന് പറയുമ്പോൾ അയാളും അതിന് ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ കുട്ടികളുടെ ആ ഒരു വശത്തിരിക്കുന്ന ആ ഒരു ഏണിയും പാമ്പും ഞാൻ എടുത്തുകൊണ്ട് വന്നു. ഇടയ്ക്ക് മക്കൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവർ കളിക്കാറുള്ള സാധനമാണ്. ഇപ്പോൾ പോത്ത് പോലെ വളർന്ന ഞാനും അയാളും ഒരുമിച്ച് ലൂഡോ പോലുള്ള ഗെയിം കളിക്കാൻ പോകുന്നു. ഏണിയും പാമ്പും പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ഒരു ഏണിയും പാമ്പും എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ അയാളടുത്ത് പറഞ്ഞു ഞാനിടാം ആദ്യം എന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ താൻ തന്നെ ഇട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അതിടുമ്പോൾ എനിക്ക് തന്നെയായിരുന്നു ആ ഒരു സമയത്ത് വിജയം ഉണ്ടായിരുന്നത്. അങ്ങനെ കുറേ സമയം ഞങ്ങളിരുന്ന് ഏണിയും പാമ്പും കളിച്ചു. എനിക്കൊരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഏണിയും പാമ്പും, അതിലെ ഓരോ കളികളും. ആ സമയത്ത് ചില ടൈമിൽ ഞങ്ങൾ രണ്ടുപേരും ചിരിയും കളിച്ചും അങ്ങനെ ഓരോ രീതിയിലും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അയാൾ എൻ്റെ സ്വല്പം അരികിലേക്ക് വന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഒതുങ്ങിയിരുന്നു കൊടുത്തു. അപ്പോൾ തന്നെ അയാളുടെ അടുത്ത് പറഞ്ഞു അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് വ്യക്തമാകുന്നില്ല ബോർഡും കാര്യങ്ങളും, അതാണ് ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് കയറിയിരുന്നത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു എന്നാൽ കയറിയിരുന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ഒതുങ്ങി കൊടുത്തു. അയാളും എൻ്റെ അടുത്തേക്ക് കയറിയിരുന്നു. ശേഷം ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ആ ഒരു കളികളും കാര്യങ്ങളൊക്കെ തുടർന്നു. അതുകൊണ്ട് തന്നെ ഒരു രസവും കാര്യങ്ങളുമായിരുന്നു കളികളുടെ ആ ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എല്ലാം. അപ്പം തന്നെ പാമ്പ് വിഴുങ്ങുന്ന സമയത്ത്, അതായത് എന്നെ പാമ്പ് വിഴുങ്ങുന്ന സമയത്ത് അയാൾ ആ സമയത്ത് ചിരിക്കുമ്പോൾ ഞാൻ അയാളെ പിച്ചുകയും മാന്തുകയും പിന്നെ കൈകൊണ്ട് 2 അടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എന്നിട്ട് കളിയാക്കുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അടിക്കും കേട്ടോ. അത് അയാൾ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഞാനങ്ങ് ചിരിച്ചു. വേദനിപ്പിക്കും, ആ വേദനയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾ ഞാൻ ആദ്യമായിട്ട് കാണാണ് എന്ന് പറഞ്ഞു. ഞാനങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് അയാൾ ഒരു ഫിലോസഫി പോലെ പറഞ്ഞു നമുക്ക് ചെറിയൊരു വേദനകളാണെന്നുണ്ടെങ്കിലും അത് സഹിക്കാൻ പറ്റും. അങ്ങനെ അത് സഹിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ വേദനകൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ എന്ന് അയാൾ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കളികൾ തുടർന്നു. അങ്ങനെ അവസാനം ആ ഒരു കളി ജയിച്ചത് ഞാനായിരുന്നു. അപ്പോൾ ഞാൻ കിടന്ന് തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾ പറഞ്ഞു താനിപ്പോൾ ഒരു കുട്ടിത്തം തോന്നുന്ന ഒരു കുട്ടിയുടെ കണക്കുണ്ട്, ആ ഒരു ഗൗരവമൊന്നുമില്ലാതെ എല്ലാം ചുറ്റിക്കാണുന്ന അങ്ങനെ ഒരു അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. പെട്ടെന്ന് അയാൾ അത് പറയുമ്പോൾ ഞാൻ അയാളെ നോക്കി ഒന്ന് ചിരിച്ചു. അയാൾ പറഞ്ഞു ശരിയാണ്, എനിക്കിപ്പോൾ കുട്ടിത്തം തോന്നുന്നതൊക്കെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി എന്താ നമ്മുടെ പരിപാടി, ഇനിയിപ്പോൾ ആരും വരുന്നില്ലെന്ന് തോന്നുന്നല്ലോ, രാത്രിയായില്ലേ, ഇനി എന്താ ഇനി പരിപാടികളും കാര്യങ്ങളും, ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുകയാണോ അതോ ഇനി എന്തെങ്കിലും കളികളോ കാര്യങ്ങളോ ഉണ്ടോ? അത് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഇനി കാര്യങ്ങളൊന്നുമില്ല, ഇനി ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കാം എന്ന് പറഞ്ഞു. ഞാനവിടെ ഉച്ചക്കലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അത് കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ അയാളെൻ്റെ അടുത്ത് പറഞ്ഞു അത് കുഴപ്പമില്ല, അതെന്തെങ്കിലും നമുക്ക് സെറ്റാക്കാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അയാൾക്ക് ഒരു ഉച്ചയ്ക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൊടുത്ത സമയത്ത് ആൾക്ക് ഭയങ്കര കാര്യമായിരുന്നു അത് കൊടുക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ ഒരു മെഴുകുതിരിക്ക് ഘട്ടത്തിന് അതിനരികിലിരുന്ന് വീണ്ടും ഭക്ഷണം കഴിച്ചു. പെട്ടെന്ന് അയാൾ എന്നോട് പറഞ്ഞു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പല സമയത്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരത്ഭുതമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നേരത്തെ കഴിച്ചിട്ടുണ്ടോ, അതൊരുപാട് എക്സ്പെൻസീവ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു വീട്ടിൽ കറണ്ട് പോകുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഒരു രസമാണെന്ന് പറഞ്ഞതാ. ഓ ഇങ്ങനെ ചളിയൊക്കെ പറയും മാഷ് എന്ന് ഞാൻ ഒന്ന് ആക്കി ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു താനാളെ കൊള്ളാലോ, താനൊരു പൂച്ചക്കുട്ടിയെ പോലെ എനിക്ക് ആദ്യം തോന്നിയത്, താനൊരു പുലിക്കുട്ടിയാണ് കേട്ടോ എന്ന് പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അത് കേൾക്കുന്ന സമയത്ത് അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് ചുമ്മാ ഞാൻ പറയുമ്പോൾ അയാൾ പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞല്ലോ. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു സംസാരം നീണ്ടുപോയി. പെട്ടെന്ന് ആൾ എന്നോട് ചോദിച്ചു താൻ കല്യാണത്തിന് മുമ്പ് പ്രണയിച്ചിട്ടുണ്ടോ?
അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കെവിടാ മാഷേ, അതിനൊക്കെ സമയം കാര്യങ്ങളും അതിനൊക്കെ സമയമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രണയിക്കാൻ പോകും. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടും പ്രണയിക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നും നമുക്ക് അതിനെതിരെ പറയാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളൊക്കെ ഇല്ലേ എന്ന് ഞാൻ പറയുമ്പോൾ ആളും പറഞ്ഞു, അത് ശരിയാണോ, ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ ഇഷ്ടങ്ങളുണ്ട്. അതിനുശേഷം അയാൾ ഓരോ കാര്യങ്ങൾ എന്നോട് പറയാൻ തുടങ്ങി. അയാളുടെ കോളേജ് ലൈഫിൽ നടന്ന കാര്യങ്ങളും പിന്നെ ഫാമിലിയിൽ നടന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഡിവോഴ്സ്ഡാണ്. കാരണം മറ്റൊന്നുമില്ല, എൻ്റെ ഭാര്യയും പിന്നെ മറ്റൊരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു. ആദ്യം അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവരവരുടെ ഇഷ്ടങ്ങളല്ലേ, പൊക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഒരു ലൈഫായിരുന്നു എൻ്റേത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ ഒരു ലൈഫായപ്പം എനിക്കതുമായിട്ട് മുന്നോട്ട് പോകാൻ പ്രയാസമൊന്നുമില്ലായിരുന്നു. എന്ന് പറയുമ്പോൾ ഞാൻ അയാളടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല, എല്ലാത്തിനും അതിൻ്റേതായ ഒരു കാര്യങ്ങളുണ്ട്. തനിക്ക് കംഫർട്ടായിട്ടുള്ള ഒരാൾ തൻ്റെ ലൈഫിലേക്ക് വരും എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. പെട്ടെന്ന് അയാൾ എന്നോട് തിരിച്ചു പറഞ്ഞു, അതൊക്കെ എല്ലാവർക്കും പറയാം, പക്ഷേ അതിലേക്ക് വരാനാണ് ആർക്കും പാട് എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു. അയാളുടെ ജീവിതം അസഹനീയമാണല്ലേ, പക്ഷേ അയാളുടെ ജീവിതത്തിൽ ഹാപ്പിയാണ്. കയറിയൊന്നുമല്ലല്ലോ, അയാൾക്കിപ്പം ഫ്രീ ബേഡായിട്ട് നടക്കുന്നുണ്ട്. അയാളെപ്പോഴും ചിരിച്ചുകൊണ്ടേ കാണുന്നുള്ളൂ. പക്ഷേ അയാളുടെ ഉള്ളിൽ കരച്ചിലുണ്ടെങ്കിലും പുറമെ ചിരിച്ചു കാണിക്കണോ എന്നും എനിക്ക് തോന്നി. അങ്ങനെ കുറേ സമയം അയാളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ വല്ലാണ്ട് വിഷമം തോന്നി. ഞാൻ അയാളുടെ പറഞ്ഞു, എനിക്ക് നന്നായിട്ട് വിഷമം തോന്നുന്നുണ്ട് കേട്ടോ നിങ്ങളിങ്ങനെ പറയുമ്പോൾ. അപ്പം അയാൾ പറഞ്ഞു, അതൊന്നും സാരമില്ലടോ, എൻ്റെ ലൈഫ് അങ്ങനെയൊക്കെയാണ്, ഞാൻ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതിപ്പോൾ തനിക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, അങ്ങനെ ആയിക്കോട്ടെ എന്ന് അയാളും പറഞ്ഞു. അങ്ങനെ അയാൾക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഓരോന്നും വിളമ്പി കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഫുഡൊക്കെ? പെട്ടെന്ന് അയാൾ പറഞ്ഞു, കുറേ കാലം കൂടി നല്ല ഭക്ഷണം കഴിക്കുന്ന ഇപ്പോഴാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, താൻ ചുമ്മാ കളിയാക്കിയൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലാവും, എൻ്റെ ഫുഡിനാണെങ്കിൽ ഒരു ആവറേജ് ടേസ്റ്റ് ഉള്ളൂ. അതിയാനൊക്കെ വന്നിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് തുപ്പിയിട്ട് വരെ പോകാറുണ്ട്. അങ്ങനെ ആ ഒരു ഭക്ഷണം കാര്യങ്ങളൊക്കെ എൻ്റേത്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ആ പറയുന്ന സമയത്ത് അയാൾ തിരിച്ചു പറയുന്നത് ഇങ്ങനെയായിരുന്നു, എടോ, ഈ കള്ള് കുടിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നാവിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ ഒരുവിധം പോയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. പെട്ടെന്ന് ഒരു ഉത്കണ്ഠ എന്ന പോലെ ഞാൻ അയാൾ ചോദിച്ചു, താൻ കള്ളൊന്നും കുടിക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ എന്നെ പറഞ്ഞു, എടോ, എനിക്കെവിടെ കള്ള് കുടിക്കാനൊക്കെ സമയം, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ കുടിച്ചിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കി. കുടിച്ചിട്ടില്ലെന്നോ? ചുമ്മാ കള്ളം പറയല്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു, എടാ സത്യമായിട്ടും ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ, ഇത്രയും കുടിക്കാത്തൊരാളെ ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ എന്ന് പറയുമ്പം അയാൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതിൽ കുടിച്ചിട്ടില്ല, എൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, അത് നല്ല കാര്യമാണ് കേട്ടോ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണാനാ പാട്. തന്നെ കിട്ടുന്നൊരു പെൺകുട്ടി അത് ഭാഗ്യവതിയാണ്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ഭാഗ്യവതി പോയതേ ഉള്ളൂ, ഇനി അടുത്ത ആൾക്കും കൂടെ ഞാൻ ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കണോ എന്ന് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഞാൻ ചിരിച്ചു. അങ്ങനെയൊന്നും പറയല്ലേടോ, തനിക്ക് കംഫർട്ടായിട്ടുള്ള ഒരാൾ വരും, തന്നെ മനസ്സിലാക്കുന്ന ഒരാൾ. ഒരു പക്ഷേ തൻ്റെ മനസ്സിലെ പെൺകുട്ടി എങ്ങനെയാ, എന്നെപ്പോലെയാണോ? കാണാനൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും? പിന്നെ എന്നെപ്പോലെ ഒരു പെൺകുട്ടി തനിക്ക് മതി, തന്നെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലോ, അപ്പോൾ വരുന്ന ആൾക്കും അതേപോലെ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ അയാൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ആ, എനിക്കത് മതി എന്ന് പറഞ്ഞു. കാണാൻ അങ്ങനെ ഭംഗിയെന്നും കാര്യങ്ങളും അതൊക്കെ എനിക്ക് അങ്ങനെ കൺസെപ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നാലും ഒന്ന് പറ, എങ്ങനെയൊക്കെ വേണം? അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മൂക്ക് തൻ്റെ കണക്കൊക്കെ മതി, അത്യാവശ്യം ഒരു നീണ്ട മൂക്ക്, അതാണ് നല്ല ഭംഗിയുള്ളത്. പിന്നെ മുടി കുറച്ച് ഹൈറ്റ് വേണം, തന്നെയൊക്കെ കുറച്ചുകൂടെ. പിന്നെ ഹൈറ്റ് ഇത്രയൊക്കെ മതി, എൻ്റെ അത്രയും. പിന്നെ അത്രയൊക്കെ, പിന്നെ സാരി ഉടുക്കണം, അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്
എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചു. ആദ്യം ഇഷ്ടങ്ങളും കൺസെപ്റ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇത്രയധികം കൺസെപ്റ്റോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെപ്പോലെ ഒരു പെൺകുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് എന്നോട് ചോദിച്ചു, ഈ മെഴുകുതിരി വെട്ടത്തിൽ ഒരു കാര്യം ചോദിച്ചാൽ സാധിച്ചിരുമോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് കാര്യമാണ്? അത് മറ്റൊന്നുമല്ല, എനിക്ക് ഒന്ന് സാരി എടുത്തിട്ട് ഈ മെഴുകുതിരി വെട്ടത്തെ തന്നെ കാണാൻ ഒരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. എടാ, പെട്ടെന്ന് അത് കേട്ട സമയത്ത് തന്നെ ഞാൻ അയാളോട് പറഞ്ഞു, അത് വല്ലാത്തൊരാഗ്രഹമാണല്ലോ എൻ്റെ മാഷെ, മെഴുകുതിരി വെത്തിട്ട് എന്നെ കാണണമെന്ന്. അതെന്താ അങ്ങനെ ഇപ്പം തോന്നാൻ? അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, താനൊന്ന് റെഡിയായിട്ട് വാടോ, ഞാനൊന്ന് നോക്കട്ടെ. എനിക്കൊരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് മെഴുകുതിരി വെട്ടത്തിൽ സാരി ഉടുത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണാൻ എന്നയാൾ പറയുമ്പോൾ ഞാനൊന്ന് നോക്കട്ടെ, ഇരുട്ടത്തിൻ്റെ സാരിയൊക്കെ തട്ടിപ്പിടിക്കണ്ടേ. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, താനൊരു കാര്യം ചെയ്യ്, ഈ മെഴുകുതിരി എടുത്തുകൊണ്ട് പൊക്കോ, മെഴുകുതിരി എടുത്തിട്ട് അവിടെ പോയി സാരി എടുത്തിട്ട് അങ്ങോട്ട് വന്നാൽ മതി. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അത് വേണ്ട, മെഴുകുതിരി ഇവിടെ നിന്നോട്ടെ, ഞാൻ അകത്ത് പോയിട്ട് സാരി എടുത്തിട്ട് വരാം. ഞാനിവിടെ വരുന്ന സമയത്ത് മാത്രം ഈ മെഴുകുതിരി വെട്ടത്തിൽ മാഷിനെ കണ്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി സാരി എടുക്കാനായി പോയി. ആ സമയത്ത് അയാൾ അവിടേക്ക് വന്നു. പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഒന്നുമില്ല, മാഷൊന്ന് പോയിക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഥകടച്ചു. അടച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആ ഇരുട്ടത്ത് വെച്ച് തന്നെ ചെറിയ രീതിയിൽ എനിക്കാവുന്ന രീതിയിൽ ഞാൻ സാരി ഉടുത്തു. സാരി ഉടുക്കുമ്പോൾ എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് സാരി ഉടുക്കാൻ. എല്ലാ പെൺകുട്ടികളെയും പോലെ സാരി ഉടുത്ത് പിന്നെ കനകാമ്പന ചൂടി പുറത്തോട്ട് ഇറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് സാരി ഉടുക്കാൻ തന്നെ തോന്നിയുള്ളൂ. അങ്ങനെ ഒരു വിധത്തിൽ സാരി ഉടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ അടിപൊളിയായിട്ടുണ്ടല്ലോ, ഒന്ന് വന്നേ നോക്കട്ടെ. ഞാൻ പറഞ്ഞു, ഇത്രയും നിന്ന് കണ്ടാൽ മതി, അങ്ങനെ അടുത്ത് നിന്ന് കാണണ്ട, അങ്ങനെയാണെങ്കിൽ കൊള്ളത്തിലായിരിക്കും, കാരണം ഇട്ടല്ലേ, ഉടുത്തത് ശരിയല്ല. പെട്ടെന്ന് അയാളുടെ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, തന്നിട്ട് വന്നേ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടിറത്തി മെഴുകുതിരി വെട്ടത്തിൽ. അയ്യോ ഇപ്പോൾ സൂപ്പറായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഒരുപാട് ആഗ്രഹം, കാരണം എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊക്കെ കാണണമെന്ന്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, ഇത് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഓക്കെയാണ്, സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അയാളോട് ചോദിച്ചു, എന്നെങ്കിൽ ഞാൻ പോട്ടെ, എനിക്കാണെങ്കിൽ ഈ സാരി ഉടുത്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും? ഞാനങ്ങനെ വീട്ടിൽ മാക്സിയാണ് ഉപയോഗിക്കാറ്, അല്ലെങ്കിൽ ചുരിദാർ, സാരി ഉടുത്തങ്ങനെ ഞാൻ നിന്നിട്ടില്ല എന്ന് ഞാൻ അയാളോട് പറഞ്ഞ് അവിടേക്ക് ചെന്നു. ശേഷം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, കുറച്ച് സമയം ഇവിടെ ഇരിക്കും, കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് തന്നെ എന്നെ അവിടെ പിടിച്ചിരുത്തി. ഞാൻ പറഞ്ഞു, മാഷിന് ഇത്രയ്ക്ക് ഒരു ഭ്രാന്തുണ്ടായിരുന്നു ഈ സാരിയിലെ കാര്യങ്ങൾ, പെണ്ണുങ്ങളുടെ അതൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് ചോദിക്കുമ്പം അയാൾ പറഞ്ഞു, എൻ്റെ പഴയൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആള് സാരി എടുത്തിട്ടാണ് എപ്പോഴും കാണാൻ നല്ല ഭംഗി, അന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ആളെൻ്റെ കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരാളെയാണെങ്കിലും സാരി ഉടുത്ത് കാണുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കാണുമ്പോഴും ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു സമയത്തും അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം കൂടെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും, ഈ പിരികം ജസ്റ്റ് ഒന്ന് എഴുതി കണ്ണൊന്ന് എഴുതി കഴിഞ്ഞാൽ നല്ല ഭംഗി തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മാഷെ ഇരുട്ടായതുകൊണ്ട് അവിടെ ഗ്ലാസ്സൊന്നും നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എഴുതായിരുന്നു. പിന്നെ ഈ രാത്രിയിൽ കണ്ണൊക്കെ എഴുതി അങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ തന്നെ പറയും എനിക്ക് ഭ്രാന്താണെന്ന് എന്ന് ഞാൻ പറയുമ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ഐലൈനർ ഉണ്ടെങ്കിൽ ഞാൻ കണ്ണെഴുതി തരാം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, തനിക്ക് കണ്ണെഴുതാൻ അറിയാമോ എന്ന് ഞാൻ ചോദിക്കുമ്പം അയാൾ പറഞ്ഞു, ഇതൊക്കെ എപ്പോഴേ വിട്ട കേസാണ് എൻ്റെ മാഷെ എന്ന് പറഞ്ഞ് അയാൾ എൻ്റെ മുറിയിൽ കയറി ഐലൈനർ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സ്റ്റഡി ആയിട്ട് തന്നെ ഇരുന്നു, ഞാൻ എഴുതിത്തരാം എന്ന് പറഞ്ഞ് ആള് ആ ഒരു പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ തന്നെ എനിക്ക് കണ്ണ് എഴുതി തന്നു. ഞാൻ പെട്ടെന്ന് അത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ഇതൊക്കെ അറിയാമായിരുന്നു, അയ്യോ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ടോ ദൈവമേ.
ഞാനത് ചോദിക്കുന്ന സമയത്ത് തന്നെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, താൻ എന്നെ പറ്റി എന്ത് വിചാരിച്ചു? ഇതൊന്നും അല്ല ഞാൻ, ഇതിനേക്കായി ഒരുപാടുണ്ട് ഞാൻ. അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളെൻ്റെ അടുത്ത് കണ്ണൊക്കെ നന്നായിട്ട് എഴുതുന്നു. ശേഷം ഞാൻ കണ്ണാടി എടുത്ത് നോക്കി. നല്ല ഭംഗിയിൽ എഴുതിയിരിക്കുന്നു, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ പറഞ്ഞു, ഇത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. താൻ ഈ പ്രൊഫഷൻ വിടണ്ട, തൻ്റെ ഈ പാഷൻ ഒരു പ്രൊഫഷണലാക്കിയാൽ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞു. എടോ, താനിപ്പോൾ സൂപ്പറായിട്ടുണ്ട് എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. താനൊരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല മാഷെ, പിന്നെ മാഷിന് നിർബന്ധമാണെങ്കിൽ ഇട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ ആൾ പോയി മുറിയിൽ ചെന്ന് ലിപ്സ്റ്റിക്ക് എടുത്തുകൊണ്ട് വന്നു. ലിപ്സ്റ്റിക്ക് എടുത്തുകൊണ്ട് വന്നപ്പം ആൾ പറഞ്ഞു, ഞാൻ ഇട്ട് തരാം, ആ ഒരു രീതിയിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ടോളാം, എനിക്കറിയാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഞാൻ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് ലിപ്സ്റ്റിക്ക് ഞാൻ തന്നെ ഇട്ടു. ഞാൻ ഇട്ടിട്ട് അയാളോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പം, കാണാൻ എടുക്കുന്നുണ്ടോ എന്ന് പറയുമ്പം ആളെൻ്റെ അടുത്ത് ചോദിച്ചു, എടോ ഞാൻ ഇട്ട് തരാമെന്ന് ഞാൻ പറഞ്ഞല്ലേ. അങ്ങനെ പറയുമ്പം ഞാൻ വീണ്ടും ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പോൾ ഓക്കെ ആണോ? അയാൾ പറഞ്ഞു, അടിപൊളിയാണ് കേട്ടോ, അപ്പോൾ സൂപ്പർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അയാളുടെ അടുത്ത് വീണ്ടും ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തു. ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടുമോ താൻ? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് കാര്യം മാഷിന് വേണ്ടത്? എനിക്കൊരു ആഗ്രഹം കൊടുക്കുന്നുണ്ട്, അതും കൂടെ സഹായിച്ചു തരുമോ? അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു, ഒന്ന് അമ്പരന്നു. എന്തായിരിക്കും ആ കാര്യം എന്ന് ഞാൻ ചിന്തിച്ചു. പെട്ടെന്ന് ഞാൻ മാഷിനോട് തന്നെ ചോദിച്ചു, എന്ത് കാര്യമാണ് എൻ്റെ മാഷേ എന്ന് ചോദിക്കുമ്പം അയാൾ പറഞ്ഞു, സാരി ഉടുത്ത് ഈ മെഴുകുതിരി വെട്ടത്തിൽ ഒന്ന് ഡാൻസ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ മാഷേ, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ എന്ന് ഞാൻ അയാളോട് ചോദിക്കുമ്പം ആളൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, എടോ ആഗ്രഹങ്ങളല്ലേ. ആ, ഈ ആഗ്രഹങ്ങളൊക്കെ കുറച്ച് കൂടുതലാണല്ലോ എൻ്റെ മാഷേ എന്ന് പറയുമ്പോൾ ആളും ചിരിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു വട്ടല്ലേ ചോദിച്ചിട്ടുള്ളൂ, അന്ന് ശരിയാക്കിത്താ, ഒരു ഡാൻസ് അത്ര മാത്രമേ ഉള്ളൂ, ഒന്ന് നോക്കെൻ്റെ മാഷേ എന്ന് പറഞ്ഞ് എന്നെ തട്ടി. ആ സമയം തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി എന്ത് ഡാൻസാണ് കളിക്കണ്ടേ? എനിക്കാണെങ്കിൽ പാട്ടില്ലാതെ ഡാൻസ് കളിക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്നോട് ചോദിച്ചു, ആഹാ, താനിപ്പം ഡാൻസൊക്കെ കളിക്കുന്ന ആളായിരുന്നു. അപ്പം ഓക്കെ, എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടിയത്. താൻ ഏതായാലും കിട്ടിയത് നല്ലതാണ് കേട്ടോ, തൻ്റെ ഒരു കണക്ഷനും ബോണ്ടൊക്കെ ഓക്കെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചു. അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു കൗതുകം തോന്നി, എന്നെങ്കിലും ഒരു കാര്യം ചെയ്യ്, മാഷ് പാട്ട് പാട്, ആ പാട്ട് കേട്ടിട്ട് ഞാൻ കളിക്കാം എന്ന് പറയുമ്പോൾ ആളൊന്ന് കുടുങ്ങി. എടോ, ഞാനിങ്ങനെ പാടില്ലടോ, അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പം ഞാൻ വിട്ടില്ല കേട്ടോ. ഞാൻ ആളുടെ കൂടെ തന്നെ കൂടി പാട്ട് പാടാണെന്നായി ഡാൻസ് ഇപ്പം കളിക്കാം, ഏതെങ്കിലും ഒരു പാട്ട് ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞിട്ട് ആളെനിക്ക് പാട്ട് പാടി തന്നു. ആ സമയത്ത് തന്നെ ഞാൻ ഡാൻസ് കളിച്ച് തുടങ്ങി ചെറിയ രീതിയിൽ. അങ്ങനെ ഡാൻസും പാട്ടുമായിട്ട് ഞങ്ങളങ്ങനെ കൂടിയ സമയത്ത് തന്നെ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, താൻ ഓക്കെയാണ് കേട്ടോ, നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, താനും ഈ പാഷൻ കളയണ്ട, പ്രൊഫഷനാക്കാൻ പറ്റുവാണെങ്കിൽ ആക്കിയോ. എൻ്റെ മാഷേ, ഇതൊന്നും പറയല്ല, ഇതൊന്നും അങ്ങനെ ഞാൻ ചെയ്യാറില്ല, വല്ലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കത്തുള്ളൂ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഈ ഒരു പ്രായത്തിൽ ഇതൊക്കെ കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെന്താ വിചാരിക്കുക, മാഷിനെ അറിയത്തില്ലേ, പിന്നെ ആൾക്കാർ വിചാരിക്കുന്നു, ഇവിടെ തൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഇല്ലേ ഈ ഒരു ഡാൻസ്, പിന്നെ ഇപ്പം തിരുവാതിര എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യങ്ങൾ ഇറങ്ങിയിട്ടില്ലേ, അതൊക്കെ എത്രയോ പേര് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തനിക്ക് നോക്കിക്കൂടെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷേ അതൊന്നും എനിക്ക് വിധിച്ചിട്ടുള്ള കാര്യങ്ങളല്ല, എനിക്കിവിടെ ഈ ഒരു അടുക്കളയിൽ നാടാനേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ താൻ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കളഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് വരിക, എങ്കിൽ എല്ലാം റെഡിയാവുമല്ലോ എന്ന് അയാൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ചിരിച്ചു. എന്ത് പോസിറ്റീവ്, എൻ്റെ ലൈഫെല്ലാം നെഗറ്റീവാണല്ലേ എന്ന് മാഷിന് തോന്നിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, അങ്ങനെ ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും എന്ന് അയാളും എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ സംഭാഷണം ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പോയി. പെട്ടെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനും അയാളും കുറച്ച് ഡിസപ്പോയിൻറ്റായി. ഞാൻ പറഞ്ഞു, കറണ്ട് ഇപ്പോഴേ വരണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് അയാൾ പറഞ്ഞു, എനിക്കും തോന്നി അങ്ങനെ ഒരു കാര്യം, കറണ്ട് ഇപ്പോഴേ വരണ്ടായിരുന്നു, കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ സമയം 10 മണിയായിട്ടേ ഉള്ളൂ. അങ്ങനെ
കറണ്ട് വരണ്ടായിരുന്നു എന്നെനിക്കും തോന്നി. തനിക്കും അങ്ങനെ തന്നെയായിരുന്നു തോന്നിയത് എന്നാണ് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അതെ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. കറണ്ട് വേണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ വീണ്ടും കറണ്ട് പോയി. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു, ഇങ്ങനെ ഇരുട്ടത്തിരുന്ന് മെഴുകുതിരി വെട്ടത്തിരിക്കാനാണ് ഒരുപാട് ഇഷ്ടം അല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അയാളടുത്ത് പറയുമ്പോൾ അയാളും എന്നെ നോക്കി. അങ്ങനെ ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തരുന്നതായിരിക്കും. ഈ കഥയുടെ അടുത്ത ഭാഗം വേണ്ടവർ ഈ ഒരു കമൻറ്റ് ബോക്സിൽ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.